ഹൈ ഗായ്സ്, ഞാൻ അപ്പിലോ. ഓഗസ്റ്റ് 2 ഞാനും വല്യമ്മ അന്നദാനത്തിന് പോയി. ദൃശ്യം കണ്ട ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കൊല ചെയ്യാൻ പോവാണ്. കുറെ കാലായി ഞാൻ കൊല നടത്തിയിട്ട് ഇന്ന് എന്തായാലും ചെയ്യും. ചക്കന്റെ വീഡിയോ റീച്ച് ആയപ്പോ വല്യമ്മക്ക് മാങ്ങന്റെ അംബാസഡറായി ട്രാൻസ്ഫർ കിട്ടി. മാങ്ങ പറി വിത്ത് കൊല ചെയ്യാൻ വേണ്ടി ക്രിമിനലായ എന്നെയും കൊണ്ടുപോയി. ഇവിടെയാണ് ഞമ്മക്കിന്ന് കൊല നടത്താനുള്ളത്. ആരും കാണാതെ എങ്ങനെ മതിരി ചാടി പോവാന്ന് നോക്കുമ്പോ വല്യമ്മ സിമ്പിൾ ആയിട്ട് ഗേറ്റ് തുറന്നു പോയി. ഒരു ഉത്തരവാദിത്വം പേടിയും പറയുന്ന സാധനമില്ല. ഈ ഇരിക്കുന്ന വസന്താന്റിയുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ കൊല ചെയ്യാൻ വന്നത്. തെളിവുകൾ ഫുള്ള് നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതര പൊടി നമ്മളെ വായിക്കിട്ട് തന്നു. വലിക്കുന്ന മാങ്ങയിൽ എന്തായാലും ഒരെണ്ണം ഞാൻ വായിലിടുന്നറിയാം. അപ്പൊ അത് വവ്വാലി കടിച്ചു പറഞ്ഞിട്ട് കേസിനെ വഴിതിരിക്കാനുള്ള പൊടിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഇത്രയും മാങ്ങ പറിച്ചു. കൊലയ്ക്ക് ശേഷം നമുക്കിനി മര്യാദയ്ക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇനി 3-4 നേരത്തെ ഫുഡ് മാങ്ങയാവാനാ ചാൻസ്. ദയവ് ചെയ്ത് ഇന്നങ്ങോട്ടുള്ളതൊക്കെ കുട്ടികളൊക്കെ ഒന്ന് കാണാണ്ടിരിക്കണം. പട്ടാപ്പകൽ നാട് മുഴുവൻ വെറുപ്പിച്ച ഒരു അരുംകൊല്ല ഞാൻ ചെയ്തു. അതെന്നെ വായിൽ തലവെട്ടി ഞാൻ കൊല മുഴുവൻ എടുത്തു. എന്നിട്ട് ആ വെട്ടിക്കിടക്കുന്ന കൊലയിൽ ഒരു പഴം എടുത്ത് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് ഓരോന്നോരോന്നായി ഊരി കഴിച്ച് വേദനിപ്പിച്ചു. ഞാനാണെങ്കിൽ കണ്ണീച്ചോരില്ലാത്ത ക്രിമിനലായ പോലെ ഉണ്ട്. ബാക്കി കൊലയെടുത്ത് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. ഇപ്പൊ അതൊക്കെയാണല്ലോ ട്രെൻഡ്. വീഡിയോ കാണുന്ന നിങ്ങളോട് ഈ അരുംകൊലിനെ കുറിച്ച് ആരെന്ത് ചോദിച്ചാലും ഓഗസ്റ്റ് 2 ഞാനും വല്യമ്മ അന്നദാനത്തിന് പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. മാങ്ങ പഴുക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയാണ്. വല്യമ്മക്ക് ഒരു കൊല ചെയ്തിട്ട് വന്നിരിക്കണെന്നുള്ള കൂസലും കൂടിയില്ല. മാങ്ങ ചിത്തണോ, അച്ചാറിടണോ, കറി വെക്കണോ, ആ ഗ്യാപ്പിൽ ഞാൻ മുറിച്ച് തൊള്ളേക്ക് വിടണം. ഇക്കണ്ട മാങ്ങ മുഴുവൻ ലാസ്റ്റ് ഒരു അണ്ടിയായി മാറി. മാങ്ങന്റെ അണ്ടി, പൊത്തണ്ടി, കാറ്റടിച്ച അട്ടിണ്ടിൻ. അപ്പൊ സലാം.